ഫ്രണ്ട്സ്, എംപ്ലോയബിലിറ്റി സെന്റർ നടത്തുന്ന ഒരു വാക്കിൻ ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇതിൽ ഉള്ള കമ്പനികൾ ഏതാ നമുക്ക് നോക്കാം. അവിടെ കാണാൻ നിങ്ങൾക്ക് മഹാലക്ഷ്മി സിൽക്ക് ഉണ്ട്, അതുപോലെ തന്നെ മോർ റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്, അതുപോലെ SBI ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന വാക്കിൻ സെലക്ഷൻ അല്ലെങ്കിൽ വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നത് നമ്മുടെ കോട്ടയം എംപ്ലോയബിലിറ്റി സെന്റർ ആണ്. കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മെയ് 24 ഈ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇതിൽ പങ്കെടുക്കണം എന്ന് വെച്ചാൽ 3 കമ്പനികളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 100-ൽ പരം ഒഴിവുകൾ പ്രതീക്ഷിക്കാം. 2025 മെയ് 24 ഈ പറയുന്ന നമ്മുടെ വാക്കിൻ ഇന്റർവ്യൂ അല്ലെങ്കിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം മെയ് 24 ഡേറ്റ്. റിപ്പോർട്ട് ചെയ്യേണ്ട സമയം രാവിലെ 10 മുതൽ 1 മണി വരെയാണ്. അപ്പോൾ 10 മണിക്ക് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വെന്യൂ എവിടെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്ന വെന്യൂ അല്ലെങ്കിൽ സ്ഥലം എംപ്ലോയബിലിറ്റി സെന്റർ കോട്ടയം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, സിവിൽ സ്റ്റേഷൻ, 2nd ഫ്ലോർ, കളക്ടറേറ്റ് കോട്ടയം. ഇതാണ് അഡ്രസ്സ്. ഇവിടെയാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത്. രാവിലെ 10 മണിക്ക് മെയ് 24 പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ഈ പറയുന്ന വാക്കിൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുയോജ്യമായിട്ടുള്ള ഫോർമൽ ഡ്രസ്സ് ആയിരിക്കണം, ഡ്രസ് കോഡിലായിരിക്കണം എത്തിച്ചേരേണ്ടതെന്ന് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റകളുടെയും പകർപ്പുകൾ കയ്യിൽ വെക്കുക. കാരണം ഇതിലൊരു 3 കമ്പനി ഉണ്ടായതുകൊണ്ട് 3 കമ്പനിയുടെ ഇതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ബയോഡാറ്റെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു 4 ബയോഡാറ്റ എടുത്ത് വെക്കുക, പിന്നീട് നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. ഓക്കെ, ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുക. അതുപോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് ഒരു 4 കോപ്പിയൊക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളതൊരു ഫയലാക്കി സൂക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് പിന്നീട് ആവശ്യം വരുമ്പോൾ അത് യൂസ് ചെയ്യാം. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒരുമിച്ച് എടുത്ത് വെക്കുക. ഇങ്ങനെയുള്ള ഇതിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതിൽ ഓൾറെഡി നിങ്ങൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത് 250 രൂപ നമുക്ക് ഒറ്റത്തവണ രജിസ്ട്രേഷൻ എമൗണ്ട് ഉണ്ട്. ആ 250 രൂപ കൊടുത്ത് നിങ്ങൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീടുള്ള അങ്ങോട്ടുള്ള ഏത് തൊഴിൽമേളക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പങ്കെടുക്കാം. ഇനി ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട്. അതേ ദിവസം, അതായത് മെയ് 24 അവിടെ ഡയറക്റ്റ് ചെന്നാൽ അവിടുന്ന് 250 രൂപ കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ പിന്നീട് അങ്ങോട്ടുള്ള ഈ പറയുന്ന ഇത്തരം തൊഴിൽമേളകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പനികൾ ഏതൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞു. മഹാലക്ഷ്മി സിൽക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ കാണാൻ നിങ്ങൾക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്. 10ാം ക്ലാസ് ആണ് മിനിമം യോഗ്യത. അതിന് മുകളിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. 2 to 4 വർഷം വരെ ഇതിലേക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഡിലീറ്റ് ആകട്ടെ. ഓക്കെ, 2 to 4 വർഷം വരെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 15,000 മുതൽ 16,000 വരെ സാലറി എക്സ്പെക്ട് ചെയ്യാം. വർക്കിംഗ് നമ്മൾ ജോബ് ലൊക്കേഷൻ ഇവിടെ ഇടയ്ക്കാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക. മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപ്ലൈ 25 to 35 ഏജ് ലിമിറ്റ് വരുന്നത്. 20 വാക്കൻസി ഉണ്ട്. ദെൻ സെയിൽസ് ട്രെയിനി ഉണ്ട്. ഇതിൽ 10th ആണ് മിനിമം. അതിന് മുകളിലേക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 13,000 മുതൽ 15,000 വരെ സാലറി. മെയിൽ ആൻഡ് ഫീമെയിൽ അപ്ലൈ ചെയ്യാം. 20 to 30 ഏജ് ലിമിറ്റ്. ഈ 20 to 30 എന്നുള്ള മിനിമം ഏജ് ലിമിറ്റ് ആണ് 20, മാക്സിമം 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 20 വാക്കൻസി അതിലുണ്ട്. ഫ്ലോർ ഹോസ്റ്റസ് ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് 12+2 ആണ് യോഗ്യത. അതിന് മുകളിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. 1 to 2 year എക്സ്പീരിയൻസ് അതിൽ വേണം. 14,000 മുതൽ 15,000 വരെ സാലറി പ്രതീക്ഷിക്കാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 20 to 30 ആണ് ഏജ് ലിമിറ്റ്. 5 വാക്കൻസി അതിലുണ്ട്. ഇനി ഫാഷൻ ഡിസൈനർ ഉണ്ട്. ഡിപ്ലോമ അതല്ലെങ്കിൽ ഡിഗ്രി ആണ് കേട്ടോ. ഓക്കെ, ഈ പറയുന്ന ഫാഷൻ ഡിസൈനിങ്ങിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 1 to 2 year എക്സ്പീരിയൻസ് വേണം. 15,000 മുതൽ 18,000 വരെ സാലറി പ്രതീക്ഷിക്കാം. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. 20 to 30 ഏജ് ലിമിറ്റ്. 8 വാക്കൻസി ഉണ്ട്. ദെൻ അടുത്ത സീനിയർ ഫാഷൻ ഡിസൈനർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി തന്നെയാണ്. ഫാഷൻ ഡിസൈനിങ്ങിലുള്ള 3 to 5 വർഷം വരെ ഏജ് ലിമിറ്റ് ഉണ്ട്. എക്സ്പീരിയൻസ് വേണം. 18,000 മുതൽ 20,000 വരെ സാലറി പ്രതീക്ഷിക്കാം. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. 25 to 35 ഏജ് ലിമിറ്റ്. 5 വാക്കൻസി ഇതിലുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഡിസ്പാച്ച് ക്ലർക്കാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് ആണ് മിനിമം യോഗ്യത. മുകളിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി 10ാം ക്ലാസ് മാത്രമുള്ളവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, പ്രൊഫഷൻസിന് അപ്ലൈ ചെയ്യുന്ന വാക്കൻസിയാണ്. 14,000 മുതൽ 15,000 വരെ ഉണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ 20 to 30 ഏജ് ലിമിറ്റ്. 10 വാക്കൻസിയാണ് അതിൽ. ഓക്കെ, ഇനി അടുത്തത് മോർ റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിൽ വന്നിരിക്കുന്നത് കസ്റ്റമർ സപ്പോർട്ടാണ്. കസ്റ്റമർ സപ്പോർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വിവിധ ലൊക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇതിനൊക്കെ യോഗ്യത 10th ആണ്. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സീരിയൽ നമ്പർ നിങ്ങൾക്ക് 5 വരെയുള്ള പോസ്റ്റും അത് തന്നെയാണ്. ഇതിനൊക്കെ 15,500 സാലറി പറയുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. 35 മാക്സിമം ഏജ് ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ള. പിന്നെ ഇതിൽ മിനിമം ഇവിടെ ജസ്റ്റ് 18 വയസ്സ് ടു മാക്സിമം 35. 5 വാക്കൻസികളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡെലിവറി റൈഡർ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് ഫ്രഷേഴ്സിന് തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. സെയിം ഏജ് ലിമിറ്റും വാക്കൻസിയാണുള്ളത്. ഇനി SBI ലൈഫ് ഇൻഷുറൻസിലേക്ക് നിങ്ങൾക്ക് സെയിൽസ് ഓഫീസറാണ്. ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 20,000 മുകളിൽ നിങ്ങൾക്ക് സാലറി പ്രതീക്ഷിക്കാം. ജോബ് ലൊക്കേഷൻ എവിടെയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. 23 മിനിമം. ഈ പറയുന്ന 23 മിനിമം ഏജ് ലിമിറ്റ്. അതിന് മുകളിലുള്ളവർക്ക് ആർക്കും എത്ര വേണമെങ്കിലും, മാക്സിമം ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നില്ല, എത്ര ആണെങ്കിലും അപ്ലൈ ചെയ്യാം. 7 വാക്കൻസി ഉണ്ട്. അടുത്ത ഫൈനാൻഷ്യൽ അഡ്വൈസറാണ്. SSLC ആൻഡ് എബോവ് ആണ്. അപ്പോൾ SSLC മുതൽ അങ്ങോട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സാലറിക്ക് പുറമെ കമ്മീഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പോസ്റ്റ് നമ്മളെ വർക്കിംഗ് ലൊക്കേഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. 25 എബോവ് ആണ്.
ഏജ് ലിമിറ്റ് വരുന്നത് 20 വേക്കൻസി അതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെന്യൂ നമ്മൾ പറഞ്ഞു, എംപ്ലോയബിലിറ്റി സെൻറ്റർ കോട്ടയം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, സിവിൽ സ്റ്റേഷൻ, 2nd ഫ്ലോർ, കളക്ടറേറ്റ് കോട്ടയമാണ്. അത് നിങ്ങൾ എത്തിച്ചേരേണ്ട ഡേറ്റ് 24/5/2025 10 മണിക്കാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൽ വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ്. 0481256345 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. മറ്റെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിലേക്ക് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെല്ലുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇത്തരത്തിലുള്ള വീഡിയോസും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. പിന്നെ നമ്മുടെ തന്നെ ഒരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഇതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട്, ജോയിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു.